നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആ കസേരയിൽ ഇനി അവരെ ഇരുത്തിക്കില്ല. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കട്ടായം പറഞ്ഞ വാക്ക്. മേൽക്കോടതി ഉണ്ടല്ലോ, അവിടെ പോയി നിയമപരമായി പോരാടുമെന്ന കടുപ്പിച്ച നിലപാട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ.ജെ. റീനയെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടി ശരിവെച്ച് ഹൈക്കോടതി ഉത്തരവ് വന്നപ്പോൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു മുരളീധരൻ. ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തിരുന്ന് തന്നിഷ്ടം കാണിക്കുകയായിരുന്നു റീന എന്നായിരുന്നു വലിയ വിമർശനം. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കുറുക്കുവഴി സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയവർക്കൊക്കെ ഇതാണ് സ്ഥിതിയെന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ചതും പിൻവാതിലുകാർക്ക് വിറയല് തുടങ്ങിയിട്ടുണ്ട്. ഇനി ആരൊക്കെ പുറത്തേക്ക് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. റീനയ്ക്കുണ്ടായ തിരിച്ചടി അത്ര നിസ്സാരമൊന്നുമല്ല. കോടതിയുടെ ഉത്തരവുമായിട്ട് വന്നിട്ട് പോലും ആ കസേരയിൽ വീണ്ടും ഒന്നിരിക്കാൻ റീനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം മുരളീധരൻ കടുപ്പിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. മാത്രമല്ല, മറ്റൊരാളെ അവിടെ നിയമിക്കുകയും ചെയ്തിരുന്നു. അതേ ഓഫീസിലേക്ക് വീണ്ടും ചാർജ് എടുക്കാനായി റീന എത്തുമ്പോൾ കസേരയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പോലും പകരക്കാരിയായി എത്തിയ മീനാക്ഷി തയ്യാറായില്ല. ആ യുദ്ധമൊക്കെ നമ്മൾ കണ്ടതായിരുന്നല്ലോ. കോടതിയിൽ പോകും, നിയമപരമായി നേരിടുമെന്ന് മുരളീധരൻ പറഞ്ഞപ്പോൾ അപ്പോഴും റീനയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പുറത്തേക്ക് പോകേണ്ടി വരില്ല എന്ന്. എന്നാൽ മുരളീധരൻ കട്ടായം കടുപ്പിച്ചപ്പോൾ അടപടലം വീണിരിക്കുകയാണ് റീന. മുരളീധരന്റെ കാർക്കശ്യമാണിതെന്നും അയാളുടെ പിടിപ്പുകേട് മറയ്ക്കാൻ ഉദ്യോഗസ്ഥയെ ഇരയാക്കിയെന്നും CPM കൂട്ടർ മോങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. വീണ ജോർജിന്റെ കാലത്ത് അവരുടെ കയ്യാളായി കൂടെ നിന്ന് പല നേട്ടങ്ങളും ഉണ്ടാക്കിയ റീന പുതിയ സർക്കാരിന്റെ കാലത്തും വിലസാമെന്നാണ് കരുതിയത്. എന്നാൽ ഒത്തില്ല. പകർച്ചവ്യാധി പടർന്നു പിടിച്ച് വകുപ്പ് വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അവധിയിൽ പോയ റീനയുടെ നടപടിയെ മുരളീധരൻ വിമർശിച്ചിരുന്നു. മുരളിയുടെ ഈഗോ ഇളകാനിടയായ മറ്റൊരു കാരണം, നിപ്പ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടും വകുപ്പ് മന്ത്രി അതറിഞ്ഞതേറെ വൈകിയാണ്. വലിയ വിമർശനം ഇതിന്റെ പേരിൽ മുരളീധരൻ നേരിടേണ്ടി വന്നു. എന്നാൽ നിപ്പ സ്ഥിരീകരിച്ച റിപ്പോർട്ട് മന്ത്രിയെ അറിയിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന റീനയ്ക്ക് വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ട്. റീനയെ ആ കസേരയിൽ ഇരുത്തിക്കില്ല എന്ന് അന്ന് തീരുമാനമെടുത്തതാണ് മുരളീധരൻ. മാത്രമല്ല, റീനയ്ക്കെതിരെ പലവിധ ആരോപണങ്ങളായിരുന്നു വകുപ്പിലെ മറ്റുദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചതും. ഇതെല്ലാം തന്നെ വലിയ തിരിച്ചടി റീനയ്ക്കുണ്ടാക്കി. തന്നെ സ്ഥലം മാറ്റിയത് നിയമവിരുദ്ധമായിട്ടാണ് എന്നായിരുന്നു റീനയുടെ വാദം. എന്നാൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചായിരുന്നു റീനയുടെ സ്ഥലം മാറ്റമെന്ന് സർക്കാർ കോടതിയെ കൃത്യമായി അറിയിച്ചു. അവരെ ഏതെങ്കിലും തരത്തിൽ തരം താഴ്ത്തുകയോ മറ്റോ ചെയ്തിട്ടില്ല. തത്തുല്യമായ മറ്റൊരു തസ്തികയിലേക്ക് മാറ്റുകയാണ് ചെയ്തതെന്നും അവരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചെന്നുമുള്ള സർക്കാർ വാദങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. ഇത്രയും കാലം ഇടതുപക്ഷത്തിന്റെ അധികാരത്തിന്റെ സ്വാധീനത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തിരുന്ന് ഭരിച്ച ഡോക്ടർ റീനയ്ക്ക് ഇനി പബ്ലിക് ഹെൽത്ത് കേഡറിലാണ് ജോലി ചെയ്യേണ്ടി വരിക. സർക്കാരിനോട് നേരിട്ട് ഏറ്റുമുട്ടിയ ഇവർക്കെതിരെ അന്വേഷണങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ. റീന ഇടതുഭരണകാലത്ത് ഉന്നത പദവിയിലേക്ക് എത്തിയതിൽ വഴിവിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ പ്രധാനമായത് ഡോക്ടർ കെ.ജെ. റീന മൈക്രോബയോളജിയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയായത് സർവീസ് ക്വാട്ടയിലായിരുന്നു. ഇങ്ങനെ സർവീസ് ക്വാട്ടയിൽ പഠനം നടത്തിയവർ 10 വർഷം സ്പെഷ്യൽ സേവനം നടത്തണമെന്നാണ് ചട്ടം. എന്നാൽ ഇത് പാലിക്കാതെ സ്വാധീന വഴിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ തുടരുകയായിരുന്നു റീന എന്നാണ് വിവരങ്ങൾ. അതായത് അനധികൃതമായി കയറി കൂടിയെന്ന്. അപ്പോൾ പണി കിട്ടും, ഉറപ്പായും അവരുടെ കസേര തെറിക്കുക തന്നെ ചെയ്യുമായിരുന്നു ആ അന്വേഷണവുമായി മുൻപോട്ട് പോയിരുന്നെങ്കിൽ. എന്തായാലും മുരളീധരനെ വല്ലാതെ അങ്ങ് ചൊടിപ്പിച്ചു റീന. ഇത് മാത്രമല്ല, ഇവർക്കെതിരെ മറ്റു പല ആരോപണങ്ങളുമുണ്ട്. റീന മുൻപ് ഉന്നത പദവികളിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് വഴിവിട്ട പല നീക്കങ്ങളും നടന്നിട്ടുണ്ടെന്ന് ഒപ്പമുള്ളവർ തന്നെയാണ് വ്യക്തമാക്കുന്നത്. സർവീസ് ക്വാട്ടയിലാണ് റീന മൈക്രോബയോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയത് എന്ന വിവരം ഉൾപ്പെടെ പുറത്തേക്ക് വരുമ്പോൾ അവർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ. സർക്കാർ ചെലവിൽ പൂർണ്ണ ശമ്പളത്തോടെ സർവീസ് ക്വാട്ടയിൽ പഠിക്കുന്നവർ കോഴ്സ് കഴിഞ്ഞാൽ 10 വർഷം പ്രസ്തുത സ്പെഷ്യാലിറ്റി മേഖലയിൽ നിർബന്ധിത സേവനം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ചട്ടം. ഇതിനായി അവർ സർക്കാരിലേക്ക് ബോണ്ട് എഴുതി നൽകുക വരെ ചെയ്തിരുന്നു. എന്നാൽ 3 വർഷത്തെ കോഴ്സ് 4 വർഷമെടുത്ത് പൂർത്തിയാക്കിയ ശേഷം ഇവർ സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് മാറാൻ തയ്യാറായില്ല. സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് മാറിയാൽ അവിടെ ഏറ്റവും ജൂനിയർ പദവിയിലേക്ക് പോകേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഉയർന്ന സ്വാധീനം ഉപയോഗിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ തന്നെ ഇവർ കടിച്ചു തൂങ്ങിയതെന്നാണ് ആക്ഷേപം. ഒരു മുതിർന്ന IAS സ്വാധീനിച്ച്
അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് പോസ്റ്റിംഗ് നേടിയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആയതെന്നാണ് ഇവരെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ. 2017 ഇത്തരത്തിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് മാറണമെന്ന് സർക്കാർ കർശന ഉത്തരവിറക്കിയെങ്കിലും റീന ഇത് ലംഘിക്കുകയായിരുന്നു. ഇതുമാത്രമല്ല, തന്റെ കീഴിലുള്ളവർക്കായി ഇത്തരം ഉത്തരവ് പുറത്തിറക്കിയതും റീനയായിരുന്നു എന്നുള്ള വിരോധാഭാസവും ഉണ്ട്. തുടർന്ന് 2018 ഉയർന്ന ഉദ്യോഗസ്ഥ തലങ്ങളിലെ സ്വാധീനം ഉപയോഗിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ തുടർ നിയമനം നേടിയാണ് ഇവർ പിന്നീട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പദവി വരെ കൈക്കലാക്കിയത്. പൊതുപണം ദുരുപയോഗം ചെയ്ത് സർക്കാരിനെ കബളിപ്പിച്ച ഈ നടപടിയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും പഠനത്തിനായി ചെലവഴിച്ച തുക ഇവരിൽ നിന്ന് ഈടാക്കണമെന്നുമുള്ള ആവശ്യം ഇപ്പോൾ ഉയരുകയാണ്. ഇതോടൊപ്പം ഇവരെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ ജൂനിയർ കൺസൾട്ടന്റായി നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആയിരുന്ന കാലയളവിൽ കോവിഡ് പ്രതിരോധത്തിനായി അനുവദിച്ച ദുരന്ത നിവാരണ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചുവെന്ന ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലിലും ഇവർ ആരോപണ വിധേയയായിരുന്നു. 2018 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ തൃശൂർ DMO ആയിരുന്നപ്പോൾ കോവിഡ് പ്രതിരോധത്തിനായി സർക്കാർ അനുവദിച്ച തുകയിലാണ് തിരിമറി നടന്നത് എന്നാണ് സൂചനകൾ. 2020 ഫെബ്രുവരി 4, മെയ് 5 എന്നീ തീയതികളിൽ അനുവദിച്ച ഫണ്ടുകൾ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് പകരം വകമാറ്റി ചെലവഴിച്ചു എന്നതാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ പ്രധാന ആരോപണം. ഈ തിരിമറികളിലൂടെ വിനിയോഗിച്ച തുക സർക്കാർ ഇതുവരെ സാധൂകരിച്ചിട്ടില്ല എന്നതും ഗൗരവതരമാണ്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ വകുപ്പ് തലത്തിൽ വിശദ പരിശോധന അനിവാര്യമാണെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം അഡീഷണൽ സെക്രട്ടറി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വകമാറ്റി ചെലവഴിച്ച തുക റീനയിൽ നിന്ന് തന്നെ ഈടാക്കണമെന്ന ശുപാർശയും പരിശോധനാ വിഭാഗം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കോവിഡ് രോഗബാധിതർക്കായി ജില്ലാ കളക്ടർ അനുവദിച്ച ഫണ്ട് ജീവനക്കാരുടെ ഭരണച്ചെലവ് അടക്കമുള്ള മറ്റാവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിച്ചു എന്നതാണ് പ്രധാന കണ്ടെത്തൽ. ഇതുകൂടാതെ മറ്റു ചില പ്രവൃത്തികൾക്കായും ഫണ്ട് ദുരുപയോഗം ചെയ്തതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. 2025 മെയ് മാസത്തിലാണ് ധനകാര്യ പരിശോധനാ വിഭാഗം ഈ ക്രമക്കേടുകൾ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയത്. ഇതുകൂടാതെ തൃശൂർ DMO ആയിരിക്കെ ഭിന്നശേഷിക്കാരിയായ ഒരു വനിതാ ഡോക്ടറെ മാനസികമായി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് റീനയ്ക്കെതിരെ ഗുരുതര നടപടികൾ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ 2021 ഒക്ടോബർ 30 സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ജഡ്ജി പഞ്ചാബകേശൻ ഇവർക്കെതിരെ കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഭിന്നശേഷിക്കാരെ ആക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറിയ റീനയെ ആരോഗ്യവകുപ്പിന്റെ പ്രധാനപ്പെട്ട ഭരണപരമായ ചുമതലകളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണമെന്നായിരുന്നു കമ്മീഷണറുടെ അന്നത്തെ ഉത്തരവ്. കൂടാതെ ക്യാൻസർ ബാധിതരായ സഹപ്രവർത്തകരോട് VRS എടുത്തു പോയിക്കൂടെ എന്ന് ചോദിച്ചു പരിഹസിച്ചതായും ഇവർക്കെതിരെ പരാതികളുണ്ട്. കമ്മീഷണറുടെ ഉത്തരവുകൾ നിലനിൽക്കെയാണ് മുൻ ഭരണ കാലയളവിൽ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവരെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പോലെയുള്ള അതീവ പ്രാധാന്യമുള്ള പദവിയിലേക്ക് കഴിഞ്ഞ സർക്കാർ നിയോഗിച്ചത്. കോടതി ഉത്തരവോടെ സ്ഥലം മാറ്റം നിലവിൽ വന്ന സാഹചര്യത്തിൽ നിലവിൽ പബ്ലിക് ഹെൽത്ത് ലാബിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. അടുത്ത കാലത്തായി നിപ്പ, കോളറ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ സ്വീകരിച്ച തന്നിഷ്ടപ്രകാരമുള്ള നിലപാടുകൾ ആരോഗ്യമന്ത്രിയുടെ കടുത്ത അതൃപ്തിക്ക് കാരണമായിരുന്നു. നിപ്പ ബാധയുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ പരിശോധനാ ഫലം ലഭിച്ചിട്ടും റീന അത് മറച്ചു വെക്കുകയാണ് ചെയ്തത്. തുടർന്ന് അന്ന് വൈകിട്ട് 5:30 ആരോഗ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും ഇവർ ഈ വിവരങ്ങൾ മന്ത്രിയെ അറിയിച്ചില്ല. എന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ഇതേ ഫലം ഇവർ ജില്ലാ കളക്ടർക്ക് വാട്സാപ്പ് വഴി നേരിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ പാലക്കാട് കോളറ രോഗബാധ സ്ഥിരീകരിക്കാതിരുന്നിട്ടും അവിടുത്തെ DMOയെ കൊണ്ട് തെറ്റായ പരിശോധനാ ഫലം തയ്യാറാക്കിപ്പിച്ച് ആരോഗ്യവകുപ്പിലേക്ക് അയപ്പിച്ചു. എന്നാൽ മാധ്യമങ്ങളോട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്ന പദവിയിലിരുന്ന് വകുപ്പിനെ തന്നെ ഇരുട്ടിൽ നിർത്തുന്ന ഇത്തരം ഔദ്യോഗിക വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രി ഇവരെ അടിയന്തരമായി സ്ഥലം മാറ്റാൻ നിർദ്ദേശം നൽകിയത്. ഇതിനെതിരായ ഇവരുടെ നിയമ പോരാട്ടം വിജയം കണ്ടതുമില്ല. അവരെ ഏതെങ്കിലും തരത്തിൽ തരം താഴ്ത്തുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്ന് സർക്കാർ കൃത്യമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയെ ബോധിപ്പിച്ചത്. എന്തായാലും ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്ത് തുടരുന്ന കസേരകളി ഇതിനോടകം തന്നെ വലിയ നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചിരുന്നു. റീനയ്ക്ക് പകരം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ V. മീനാക്ഷിക്കായിരുന്നു ഡയറക്ടറുടെ ചുമതല നൽകിയിരുന്നത്. ട്രൈബ്യൂണൽ ഉത്തരവുമായി റീന ഓഫീസിലെത്തിയെങ്കിലും കസേര വിട്ടു നൽകാൻ മീനാക്ഷി കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് റീന അതേ ഓഫീസിൽ തന്നെ ഇരിക്കുന്നതും താൻ ഇവിടെ നിന്ന് പോകില്ല എന്നൊക്കെ കട്ടായം പ്രഖ്യാപിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതായിരുന്നു. എന്തായാലും എന്തിനായിരുന്നു ആരോഗ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ റീന കൈമാറിയത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിനിടയിൽ ഉയർന്നു വരുന്ന വലിയൊരു ആരോപണം
ഈ പറയുന്ന റീന ഇടതുപക്ഷക്കാരുടെ ശിങ്കിടിയാണെന്നും അതുകൊണ്ട് വകുപ്പിനെ നാണം കെടുത്താനും ആരോഗ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാനുമുള്ള നീക്കം റീനയിലൂടെ നടന്നു എന്നുള്ള ഒരു വലിയ വിമർശനം, ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും റീനയ്ക്ക് ആ കസേര നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുരളീധരൻ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. ഇനി അവരെ ആ കസേരയിൽ ഇരുത്തിക്കില്ല എന്നുള്ള ആ കട്ടായ നിലപാട്, അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ മുരളീധരൻ തയ്യാറായിരുന്നില്ല. ഒരു പൊടിക്കൊന്ന് അടങ്ങൂ എന്ന് സതീശൻ പറഞ്ഞിട്ട് പോലും, അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിട്ട് പോലും അതനുസരിക്കാനോ കൂട്ടാക്കിയില്ല മുരളീധരൻ. പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു.